നിങ്ങൾ ഈ കാണുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ പോയപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിന്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഫ്ലൈറ്റ് ക്യൂ നിൽക്കുകയാണ് റൺവേയിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഓട്ടോ സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ ക്യൂ നിൽക്കുന്ന പോലെ ബസ്സുകളെല്ലാം. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായ് എയർപോർട്ട് ഫുൾ കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അൽ മക്തും ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എത്രത്തോളം ആവശ്യമുണ്ടെന്നാണ് ഈ നമ്മൾ കാണുന്നത്. നമ്മളെല്ലാവരും ചോദിക്കുന്നുണ്ട് അൽ മക്തും ഇന്റർനാഷണൽ എയർപോർട്ട് എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന്. അവർ ഓൾറെഡി ഓപ്പൺ ആണ് ആൻഡ് ഇപ്പോൾ കാർഗോ ആണ് ഉള്ളത്. അവർ ഒരു 5 ടെർമിനലായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു 5 വർഷത്തിൽ അവിടെ ഫുള്ളി ഫ്ലെഡ്ജ് ആവും. പിന്നെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആണ്. പിന്നെ നല്ലൊരു ബൂമിങ് ഏരിയ ആണ്. ഇപ്പോൾ ദുബായ് മാർക്കറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി ഒരു 25 വർഷം ആവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 5 കിലോമീറ്ററിൽ തന്നെ നമുക്ക് ജബലാലി പോർട്ട് വരുന്നുണ്ട്. അത് തന്നെ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയൊരു പോർട്ടാണ്. ആൻഡ് അതുകൂടാതെ നമുക്ക് ഇത്തിഹാദ് റെയിൽവേ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ദുബായ് സൗത്തിലാണ് വരുന്നത്. അപ്പോൾ ദുബായ് സൗത്തിൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു ഏരിയ വളരെയധികം ബൂമിങ്ങും നല്ലൊരു പൊട്ടൻഷ്യലുള്ള ഏരിയ ആണ്. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ അല്ലെങ്കിൽ റെന്റൽ റിട്ടേൺസും നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടും.